അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒറ്റ രാത്രി കൊണ്ട് 6 ദിക്റുകൾ 33 എണ്ണം ചൊല്ലി തീർത്താൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും നാളത്തെ പകൽ അത് നിങ്ങൾ വിജയിച്ചു എന്നതാണ്. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. നമ്മൾ ഒരുപാട് അതിനുവേണ്ടി ദുആകളും ദിക്റുകളും ചൊല്ലുന്നുണ്ടാവും. പക്ഷേ നമുക്കൊരു ഫലവും കിട്ടുന്നില്ല. മഹാരഥന്മാർ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പ് തന്നിട്ടുള്ള ദിക്റുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൻ്റെ ക്രമേണ ആ പറഞ്ഞ പ്രകാരം തന്നെ പറഞ്ഞ അതേ എണ്ണത്തിൽ വളരെ ചുരുങ്ങിയ എണ്ണാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ കറക്റ്റായി ചൊല്ലി രാത്രി ഉറങ്ങിയാൽ നാളെ നേരം പുലർന്നിട്ടുള്ള പകലിൽ ആ ദിക്റിൻ്റെ പവർ, അതായത് മഹാത്മാക്കൾ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുള്ള ആ ദിക്റുകളുടെ പവർ നിങ്ങൾ അറിയുമെന്നാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹലാലായ ഉദ്ദേശങ്ങളാണെങ്കിൽ അള്ളാഹു അത് ഹാസിലാക്കി തരും എന്നാണ് അവർ പറയുന്നത്. ഇതിനൊരുപാട് അനുഭവസ്ഥർ കൂടിയുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ദിക്ർ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ഈ ഒരു മജ്ലിസിനെ കബൂൽ ചെയ്യട്ടെ. വലിച്ചു നീക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയ സമയം കൊണ്ട് വലിയൊരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ. അമ്മാ ബഅദ്. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ, രോഗം ശിഫയാകാൻ, ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, മക്കൾ നന്നാവാൻ, ജോലി ശരിയാവാൻ, വീട് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട്, കടം വീടാൻ വേണ്ടിയിട്ട്, അതുപോലെ പരീക്ഷകൾ പാസ്സാകാൻ വേണ്ടിയിട്ടും ഒക്കെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈ ഒരു ദിക്റുകൾ വളരെയധികം ഫലപ്രദമാണ്. നമുക്ക് ആരോടും പറയാൻ കഴിയില്ല. പഠിച്ച റബ്ബിനോട് മാത്രമാണ് ഈ ഒരു ആഗ്രഹങ്ങൾ പറയാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു ദിക്റുകൾ വളരെയധികം ഫലപ്രദമാണ്. അത് അള്ളാഹു നടത്തി തരുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചൊല്ലാനിരിക്കുന്നതിന് മുമ്പ്, അതായത് മഗ്‌രിബ് ഇശാ നമസ്കാരങ്ങൾക്ക് ശേഷം, നിസ്കാരം വിട്ടൊരു കളിയുമില്ല, അത് നിസ്കാരം ഒഴിവാക്കിയിട്ട് ഇത് ചൊല്ലിയിട്ട് കാര്യമില്ല കേട്ടോ. മഗ്‌രിബ് ഇശാ നിസ്കാരത്തിന് ശേഷം ഞാൻ സാധാരണ പതിവ് പോലെ എല്ലാം ചൊല്ലിയിട്ട് ഇന്നാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിക്റുകൾ ചെല്ലാൻ പോകുന്നത് എന്നുള്ള നിയ്യത്ത് വെച്ചിട്ട് ഈ ദിക്റുകൾ ചെല്ലണം. എല്ലാ ഫർള് നിസ്കാരങ്ങളും കറക്റ്റായിട്ട് നിസ്കരിക്കുക. അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന 6 ദിക്റുകളിൽ രാത്രി ഒറ്റ ഇരിപ്പിൽ നിങ്ങൾ 33 പ്രാവശ്യം വെച്ച് ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സുരുക്കി കരഞ്ഞ് ആ കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ തീർച്ചയായും അള്ളാഹു അത് സ്വീകരിക്കും. വളരെ സിമ്പിളാണ്. ഏത് ആ ദിക്റുകൾ എന്ന് നമുക്കിനി നോക്കാം. അതിലൊന്നാമത്തേതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഒന്നാമത്തെ ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എളുപ്പമാണ്. നമ്മുടെ ഒന്നാമത്തെ ദിക്ർ 33 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ആ ഒരു ദിക്ർ 33 പ്രാവശ്യം ചെല്ലുക. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമുക്കൊരു പനി വന്നോ, ചുമ വന്നോ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ പറയുകയാണ് ഒന്ന് ആവി പിടിക്കുക, മോനെ ഒന്ന് ആവി പിടിക്കുകയെന്ന് ഉമ്മ പറയുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ ആവി പിടിക്കുന്ന മെഷീൻ എടുക്കുന്നു, അതിൽ വെള്ളം ഒഴിക്കുന്നു, ചിലപ്പോൾ വിക്സ് ഇടുന്നു, അങ്ങനെ നമ്മൾ പുതപ്പെടുക്കുന്നു, തലയിൽ മൂടുന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ ക്രമേണ ചെയ്തിട്ടാണ് അവസാനം നമ്മൾ ആവി പിടിക്കാൻ നിൽക്കുന്നത്. അതുപോലെ ഈ ദിക്റുകൾക്ക് അതിൻ്റേതായ ക്രമമുണ്ട്. അതനുസരിച്ച് വേണം ഇത് ചെല്ലാൻ. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ദിക്ർ എന്ന് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ നമ്മുടെ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്ർ നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലുന്ന ഒരു ദിക്റാണ് അല്ലേ? ഈ ദിക്ർ ചെല്ലുന്നുണ്ട്. പക്ഷേ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള സെപ്പറേറ്റ് ആയിട്ടൊക്കെയാണ് നമ്മൾ ചെല്ലാറ്. അത് ഇതുപോലെ കറക്റ്റായിട്ട് ഒറ്റ വരിയിലായിട്ട്, ഒറ്റ ലൈനായിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചെല്ലണം. അടുത്തത് മൂന്നാമത്തെ നമ്മുടെ ദിക്റാണ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്റാണ് മൂന്നാമത്തെ ദിക്ർ. പടച്ചോനെ നീ അല്ലാതെ ഒരാളും ഇല്ല എന്നുള്ള ദിക്റാണ്. മാഷാ അല്ലാഹ്, നീ ഇല്ലാതെ ഒരു കഴിവില്ല അല്ലാഹ് എന്നുള്ള ദിക്റാണ്. നാലാമത്തെ ദിക്ർ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നുള്ള സ്വലാത്താണ് നമ്മുടെ നാലാമത്തെ ദിക്റായിട്ട് വരുന്നത്. ഏറെ അജബ് നിറഞ്ഞിട്ടുള്ള, അത്ഭുതം നിറഞ്ഞ സ്വലാത്താണ് ഈ നാലാമത്തേത്. ഇത് 33 പ്രാവശ്യം ചെല്ലണം. ഇനി അടുത്തത് അഞ്ചാമത്തെ ലാ ഇലാഹ ഇല്ലാ ഹുവ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹഖുൽ മുബീൻ എന്നുള്ള ദിക്റാണ് അഞ്ചാമത്തെ. ഇനി ആറാമത്തേത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ള ദിക്റാണ് ആറാമത്തെ ദിക്ർ. ഇങ്ങനെയുള്ള 6 ഈ ദിക്റുകളും 33 പ്രാവശ്യം ചൊല്ലി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിയ്യത്ത് വെച്ച് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതൊക്കെ നമുക്കറിയാവുന്ന ദിക്റുകളാണ്. പക്ഷേ നമ്മൾ അതിൻ്റേതായ ക്രമത്തിലല്ല ചെല്ലുന്നത്. 31 എന്ന ആ ഒരു കണക്കിൽ ചെല്ലണം. ഈ 6 ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്വലാത്തുൽ ഫാത്തിഹ. എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. അത് 3 വട്ടം ചൊല്ലുക. സ്വലാത്തുൽ ഫാത്തിഹ അറിയാലോ അല്ലേ?
اللهم صل على سيدنا مولانا محمد الفاتح لما أغلق والحاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدر مقداره العظيم എന്നുള്ള ആ ഒരു സലാത്തുൽ ഫാത്തിഹയുടെ സലാത്തുൽ ഫാത്തിഹ 3 വട്ടം ചൊല്ലി അള്ളാഹു എനിക്ക് നീ ഉത്തരം നൽകണേ എന്ന ഉറപ്പോടുകൂടി അള്ളാഹു എനിക്ക് ഉത്തരം നൽകുമെന്നുള്ള ആ ഒരു ഉറപ്പോടെ, പ്രതീക്ഷയോടെ, ആത്മാർത്ഥതയോടെ നിങ്ങൾ കിടക്കപ്പായിലേക്ക് പോവുക. കിടക്കയിൽ പോയിട്ട് വന്നിരുന്ന കിടക്കയിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിച്ച് നിങ്ങൾ സമാധാനപരമായിട്ട് ഉറങ്ങിക്കോളിയും. മഹാരഥന്മാർ പറയുന്നത് പ്രകാരം നാളത്തെ പകൽ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ് ഉറപ്പിച്ച് പറഞ്ഞ ദിക്റാണ്. ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ എല്ലാവരും ചൊല്ലിക്കോളും. എല്ലാവരുടെ പ്രയാസങ്ങൾക്കും പഠിച്ച റബ്ബ് നമുക്ക് അർഹമായ പ്രതിഫലം തന്ന് നമ്മളെല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരട്ടെ. നമ്മുടെ ദുആകളൊക്കെ അള്ളാഹു സ്വീകരിച്ച് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലാമിനുള്ള മറുപടിയായിട്ട് നിങ്ങൾ കമൻറ്റിൽ സലാം അടക്കണേ ഇൻഷാ അല്ലാഹ്.